പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹം. കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ നമ്മൾ വീണ്ടും ഈ മതബോധന പഠനക്കളരിയിലേക്ക് വന്നിരിക്കുകയാണ്. സ്നേഹമുള്ളവരെയും ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ വലിയ ശക്തമായ വിശ്വാസത്തിൻ്റെ ജ്വലനത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളെ നേരിട്ട് ലൈവിൽ മലയാളത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകളും നമ്മളുടെ കർത്താവ് പറഞ്ഞ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. യൂറോപ്പ്, ജർമ്മനിയിൽ, ഓസ്ട്രിയയിൽ, അയർലൻഡിൽ, ലുത്വേനിയയിൽ, ഇവിടെ എല്ലാം, മെജുഗുരിയയിൽ, ഇവിടെയെല്ലാം നടന്ന ശക്തമായ വരദാന അഭിഷേകം, പ്രവചന വരങ്ങളെക്കുറിച്ചും മറ്റെല്ലാ വരങ്ങളെക്കുറിച്ചുമുള്ള അഭിഷേക ധ്യാനം. പുതിയ കവാടങ്ങൾ തുറന്നിരിക്കുന്നു, പുതിയ ചക്രവാളങ്ങൾ തുറന്നിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദനം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിലെ അടുത്ത ക്രമം പ്രവചനമാണ്, ഇല്ലേ? പ്രവചനത്തിനായിട്ട് നമുക്ക് ദാഹിക്കാം. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, കർത്താവിൻ്റെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുക. നമുക്കൊരിക്കൽ കൂടി വരദാനങ്ങൾക്കായിട്ട് തീഷ്ണമായി ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണേ. പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ ഞങ്ങളിൽ അഭിഷേകമാക്കണമേ. എല്ലാവരിലും വരദാനങ്ങൾ അഭിഷേകമാക്കണമേ. ഹലബല 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 ഹലബല. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. ഇന്നത്തെ ലത്തീൻ ആരാധനാക്രമത്തിലെ ആദ്യ വായനയിൽ അബ്രാഹം തൻ്റെ ദാസനോട് പറയുകയാണ്, നീ എന്നോട് ഉടമ്പടി ചെയ്യണം, അല്ലെങ്കിൽ എന്നോട് ശപഥം ചെയ്യണം. നിന്നെ ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് അയക്കുന്നു. അവിടെ നിന്നും നീ എൻ്റെ മകനെ ചേർന്ന ഒരു വധുവിനെ തിരഞ്ഞെടുത്തു കൊണ്ടുവരണം. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കല്യാണക്കാര്യമാണ്. അപ്പം എലിയാസറാണത്. എലിയാസർ പറഞ്ഞു, യജമാനെ, അവള് എൻ്റെ കൂടെ വന്നില്ലെങ്കിലോ? അപ്പോൾ അബ്രാഹാം പറയാണ്, അവൾ വരും, നിന്റെ കൂടെ വരും. എന്താണ് ഗ്യാരണ്ടി? എന്നോട് കർത്താവ് പ്രവചിച്ച ആ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടി കർത്താവിൻ്റെ ദാസൻ നിന്റെ മുൻപേ പോകും. ഉണ്ടോ? ഉൽപ്പത്തി 24 അധ്യായത്തിലാണ്. ഉൽപ്പത്തി 24:7. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവൻ, എന്നോട് സംസാരിച്ചവനും നിന്നെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടുന്ന് എൻ്റെ മകനൊരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമ്മളോട് നൽകിയ പ്രവചനങ്ങളെ പൂർത്തിയാക്കാൻ
കർത്താവ് തന്നെ ദൂതന്മാരെ അയക്കും. അബ്രാഹാം പറയുകയാണ്, നീ അവിടെ പോയി എൻ്റെ മകന് ഒരു ഭാര്യയെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരണം. ഇത് കേട്ടിട്ട് അയാൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാവില്ലേ, അവൾ എൻ്റെ കൂടെ വരുമോ, വന്നില്ലെങ്കിലോ? അപ്പോൾ അബ്രാഹത്തിൻ്റെ കാര്യം എന്താ? കർത്താവ് എന്നോട് അരുളി ചെയ്തു, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ പെരുകിക്കും എന്ന് പറഞ്ഞ ആ കർത്താവ് എനിക്ക് സന്തതി ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ മകന് ഭാര്യയെ വേണം. ആ എൻ്റെ മകന് വേണ്ടിയുള്ള ഭാര്യയെ കർത്താവ് തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത് കർത്താവ് നിന്നെ കാണിച്ചു തരും. അവൾ നിന്റെ കൂടെ വരും, അവൾ ഇവിടെ എത്തും. എന്തുകൊണ്ടാ? പ്രവചനം പൂർത്തിയാകാൻ വേണ്ടി. ഇന്നത് കേട്ടപ്പോൾ എനിക്ക് പ്രവചനം പൂർത്തിയാകാൻ വേണ്ടി കർത്താവ് തൻ്റെ ദൂതന്മാരെ നമുക്ക് മുൻപേ അയക്കും. അതുകൊണ്ട് വിശ്വസിക്കുവിൻ, കർത്താവ് നമ്മളോട് അരുളി ചെയ്തിട്ടുള്ള പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകും. അത് പൂർത്തിയാകാൻ വേണ്ടി കർത്താവ് തൻ്റെ ദൂതന്മാരെ നമുക്ക് മുൻപേ അയക്കും. ഹലബല 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 ഹലബല. വിശ്വസിക്കുവിൻ. ഹലബല ഹലബല ഹലബല. ഒരിക്കൽ കൂടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഈ കാലഘട്ടങ്ങളിൽ നൽകിയ പ്രവചനങ്ങളെല്ലാം അങ്ങ് തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഹലബല 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 ഹലബല. എന്റെ വാത്സല്യഭാചരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രകൃത്യാതീത ശക്തി, സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങൾ ഇനിയും വേണ്ട പോലെ തുറന്നിട്ടില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇതാ നിങ്ങളെ കൊണ്ടുപോകുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. എന്റെ പ്രകൃത്യാതീത ശക്തിയിലുള്ള വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. എന്റെ സൂപ്പർ നാച്ചുറൽ പവർ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ പ്രകൃത്യാതീത ശക്തിയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. എന്റെ പ്രകൃത്യാതീത ശക്തിയെ നിങ്ങളുടെ വിശ്വാസത്തിലൂടെ ജ്വലിപ്പിക്കുവിൻ. ശകലബക്കുറ അർഹംബക്കാര. ജന്മനാ അന്ധനായവനും ജന്മനാ മുടന്തനായവനെയും ഞാൻ സൗഖ്യപ്പെടുത്തിയതുപോലെ എനിക്ക് അസാധ്യമായ എന്തെങ്കിലുമുണ്ടോ? ഞാനാണ് സൃഷ്ടാവ്, ഞാനാണ് പരിപാലകൻ, ഞാനാണ് രക്ഷകൻ, ഞാൻ മരിച്ചുയർത്തവനല്ലേ. എനിക്ക് അസാധ്യമായ എന്തെങ്കിലുമുണ്ടോ? നിങ്ങളിൽ ഇനിയും ഉള്ള മരിച്ച അവസ്ഥകളോ, ആ മരിച്ച അവസ്ഥയുടെ ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം ഞാൻ പുതിയതാക്കി മാറ്റും. എന്നിൽ വിശ്വസിക്കുക മാത്രം പോരാ, എന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് വലയിറക്കുവിൻ. എന്റെ വിശ്വാസത്തിന്റെ അഗ്രാഹ്യമായ ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ വിശ്വാസം മാനുഷിക ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാകാതെ ദൈവിക ശക്തിയിലും ദൈവിക ജ്ഞാനത്തിലും വളരും. ഇതാ ഞാൻ ആ വരം നിങ്ങൾക്ക് തുറക്കുന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം, അതെ, ആഴം ആഴത്തെ വിളിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരിലും ആഴം ആഴത്തെ വിളിക്കുന്നു. ആമേൻ, 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 ആമേൻ. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു. അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ കർത്താവ് അവരോടൊപ്പം
അടയാളങ്ങൾ വഴി അവരുടെ സുവിശേഷത്തെ സ്വീകരിച്ചു. വരുവിൻ, നമുക്ക് ഈ പ്രവചനത്തിൻ്റെ സാക്ഷ്യമായിട്ടുള്ള രോഗശാന്തിയാണ്. രോഗശാന്തി ഇപ്പോൾ കാണുന്നത് ഒരാളുടെ കണ്ണിൽ ചോര കട്ട പിടിച്ചു കിടക്കുന്ന ചുവന്ന പാട് കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. ഹലബലാ ഹലബലാ ഹലബലാ. അതുകൂടാതെ ഷോൾഡർ മൂവ്മെന്റ് ഇല്ലാതെ സ്റ്റക്കായിരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഷോൾഡർ പെയിൻ. മൂന്നാമത് വയറുവേദന. ശക്തമായ വയറുവേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഒരുപക്ഷെ അല്പം റിപ്പീറ്റേഷൻ ഉണ്ടായെന്ന് വന്നേക്കാം. നമ്മൾ ആരാധനാ വത്സരത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധനാ വത്സരത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്നത് 1169. അതുകൊണ്ട് ഉയർപ്പ് തിരുനാൾ പല തിരുനാളുകളിൽ ഒന്ന് മാത്രമല്ല, പിന്നെയോ തിരുനാളുകളുടെ തിരുനാളാണ്. നമ്മൾ ഉയർപ്പ് തിരുനാളിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇത് മനസ്സിലാക്കിയതാണ്. തിരുനാളുകളുടെ തിരുനാളുകൾ, ആഘോഷങ്ങളുടെ ആഘോഷമാണ്. കുർബാന കൂദാശകളുടെ കൂദാശ, മഹോന്നത കൂദാശ ആയിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധ അത്തനാസ്യോസ് ഉയർപ്പ് ദിനത്തെ വലിയ ഞായറാഴ്ച, വിശുദ്ധ അത്തനാസ്യോസ് എന്ന് വിളിക്കുന്നു. വലിയ ഞായറാഴ്ച. പൗരസ്ത്യ സഭകൾ വിശുദ്ധ ആഴ്ചയെ വലിയ ആഴ്ച എന്ന് വിളിക്കുന്നത് പോലെ ക്രിസ്തു മരണത്തെ തകർത്ത ആ ഉത്ഥാനത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ശക്തമായ കർമ്മശേഷി കൊണ്ട് എല്ലാം അവിടത്തേക്ക് വിധേയമാവുന്നതുവരെ നമ്മുടെ പഴയ സമയത്തെ നിറയ്ക്കുന്നു. സ്നേഹമുള്ളവരെയും, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ ഈ ഇടയ്ക്ക് മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് രോഗശാന്തി പ്രാർത്ഥനകളെ കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് ഈ അടയാളമുണ്ടാകും. അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. പക്ഷെ എവിടെ? ഇത് നടക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇത് നടക്കാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ആരാധനകളും പ്രത്യേകിച്ച് ഉയർപ്പ് തിരുനാളും ഓരോ ഞായറാഴ്ചകളിലും ആഘോഷിക്കുന്ന ഉയർപ്പ് അല്ലെങ്കിൽ ഉത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം, നമ്മളത് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ, കേട്ടോ, യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ. എന്താണ് ക്രിസ്ത്യാനി? ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, കർത്താവിനെ ഉയർപ്പിച്ച ആ ആത്മാവ് അവനിൽ വസിക്കുന്നു. ആ ആത്മാവിൻ്റെ സ്വതവേയുള്ള പ്രവർത്തനം സൂപ്പർ നാച്ചുറലാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യും. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ, ആ ഉയർപ്പിച്ചവൻ നമ്മളിൽ വസിക്കുന്നു. ആ ഉയർപ്പിച്ച ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി മരിച്ചു കിടക്കുകയാണ്, മനസ്സിലാക്കൂ. ആ മരിച്ചു കിടക്കുന്ന വ്യക്തി ഡെഡ് ബോഡി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്ന യേശുവിൻ്റെ ശരീരത്തിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ആ ശരീരം
രൂപാന്തരീകരിക്കുകയും ഉയർത്തെഴുന്നേറ്റ ആത്മീയ ശരീരമായി മാറുകയും ആ ആത്മീയ ശരീരത്തിൻ്റെ ആ പ്രവർത്തന മണ്ഡലം പ്രപഞ്ചം മുഴുവനുമായി മാറുകയും ചെയ്തു. ആൽഫായും ഒമേഗായും. നമ്മൾ പെസഹ അല്ലെങ്കിൽ ഉയർപ്പ് രാത്രിയെ ജാഗരണ പ്രാർത്ഥനയിൽ ജാഗരണ രാത്രിയിൽ ആ പെസഹ തിരിയിൽ വൈദികൻ വരയ്ക്കുന്നത് അത് നമ്മൾ ധ്യാനിച്ചു. ആ കുരിശ് പെസഹ തിരിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് ആദ്യം ഇങ്ങനെ താഴോട്ട് വരയ്ക്കുമ്പോൾ പറഞ്ഞത് ക്രൈസ്റ്റ് ടുഡേ യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ, ആൽഫ ആൻഡ് ഒമേഗ. ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ, ആൽഫ ആൻഡ് ഒമേഗ. അങ്ങനെയുള്ള ഒരു മാറ്റം ആ ഡെഡ് ബോഡി ആയിട്ട് കിടന്ന ക്രിസ്തുവിൽ ഉണ്ടായത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനം അതാണ് ഉയർപ്പ് തിരുനാൾ. പല തിരുനാളുകളിലൊന്നും മാത്രമല്ല, പിന്നെയോ തിരുനാളുകളുടെ തിരുനാൾ, ആഘോഷങ്ങളുടെ ആഘോഷമാണ്. കുർബാന കൂദാശകളുടെ കൂദാശായിരിക്കുന്നത് പോലെ വിശുദ്ധ അത്തനാസിയോസ് ഉയർപ്പ് ദിനത്തെ വലിയ ഞായറാഴ്ച എന്ന് വിളിക്കുന്നു. പൗരസ്ത്യ സഭകൾ വിശുദ്ധ ആഴ്ചയെ വലിയ ആഴ്ച എന്ന് വിളിക്കുന്നത് പോലെ ക്രിസ്തു മരണത്തെ തകർത്ത ആ ഉത്ഥാനത്തിൻ്റെ രഹസ്യത്തിൻ്റെ, അതായത് ഇനി മരണമില്ല, മരണത്തിൻ്റെ മേൽ ക്രിസ്തു വിജയിച്ചിരിക്കുന്നു. എല്ലാ മരണത്തിൻ്റെ പേരും പാപം മൂലമുള്ള ഒരു മനുഷ്യാത്മാവിൻ്റെ മരണത്തിൻ്റെ മേൽ ക്രിസ്തു വിജയം നേടി. മാത്രമല്ല എല്ലാ മനുഷ്യരും അന്ത്യദിനത്തിൽ ഉയർക്കും. ആ ഉയർപ്പിൻ്റെ അച്ചാരമായിട്ടാണ് ആദ്യമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെ മരണത്തെ തകർത്ത ആ ഉത്ഥാനത്തിൻ്റെ രഹസ്യം, ആ ഉത്ഥാനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുമ്പോഴാണ് മരണഭയം തന്നെ നമുക്ക് മാറുകയുള്ളൂ. ഇപ്പോഴും മനുഷ്യർ മരണത്തെ ഭയന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ഒരുപാട് പേർ മരണം വലിയ ഒരു സന്തോഷകരമായ അവസ്ഥയായിട്ട് പ്രത്യാശിച്ചുകൊണ്ട് വേഗം വരണേ, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ആണ്. ക്രിസ്തു മരണത്തെ തകർത്ത ആ ഉത്ഥാനത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ശക്തമായ കർമ്മശേഷി കൊണ്ട് എല്ലാം അവിടത്തേക്ക് വിധേയമാകുന്നത് വരെ നമ്മുടെ പഴയ സമയത്തെ നിറയ്ക്കുന്നു. ഉള്ളവരെയും നമുക്കിതിൻ്റെ സൈഡ് പാരഗ്രാഫ് 1330 വായിക്കാം. 1330 അത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഭാഗമാണ്. 1300 എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും സ്മാരകം. അതാണ് വിശുദ്ധ കുർബാനയുടെ സ്തോത്രയാഗ സമ്മേളനം. സഭയുടെ ദൃശ്യാവിഷ്കരമായ വിശ്വാസികളുടെ സമ്മേളനത്തിന് സ്തോത്രയാഗം ആഘോഷിക്കപ്പെടുന്നു. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകം, വിശുദ്ധ ബലി. കാരണം അത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഏകയാഗത്തെ സന്നിഹിതമാക്കുകയും, പ്രൈസ് ദ ലോർഡ്, അനാംനസിസ്, ഓർമ്മ ആചരിക്കുന്നു എന്നതിൻ്റെ
യഥാർത്ഥ അർത്ഥം സന്നിഹിതമാക്കുകയും സഭയുടെ സമർപ്പണത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ദിവ്യപൂജ എന്ന വിശുദ്ധ ബലി, സ്തോത്രബലി, ആധ്യാത്മിക ബലി, പാവനവും വിശുദ്ധവുമായ ബലി എന്നീ പേരുകളും ഉപയോഗിക്കാറുണ്ട്. കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കുകയും അവയ്ക്ക് അതീതമായി നിലനിൽക്കുകയും ചെയ്യുന്നു. തുടർന്ന് വിശുദ്ധവും ദൈവികവുമായ ആരാധന. കാരണം സഭയുടെ ആരാധനക്രമം മുഴുവൻ്റെയും കേന്ദ്രവും ഏറ്റവും തീവ്രമായ പ്രകാശനവും ദൃശ്യമാകുന്നത് ഈ കൂദാശയുടെ ആഘോഷത്തിലാണ്. ഇതേ അർത്ഥത്തിൽ ഇതിനെ നാം വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷം എന്നും വിളിക്കുന്നു. വിശുദ്ധ കുർബാനയെ ഇത് കൂദാശകളുടെ കൂദാശയായതിനാൽ ഇതിനെ പരിശുദ്ധാത്മ കൂദാശ എന്നും നാം വിളിക്കുന്നു. സക്രാരിയിൽ സൂക്ഷിക്കപ്പെടുന്ന കുർബാനയുടെ സാദൃശ്യങ്ങളെയും ഇതേ പേരുകൊണ്ട് സൂചിപ്പിക്കുന്നു. തുടർന്ന് 560 ഖണ്ഡിക വായിക്കാം. 560 യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം തൻ്റെ മരണവും പുനരുത്ഥാനവുമാകുന്ന പെസഹായിലൂടെ മിശിഹാ രാജാവ് സാക്ഷാത്കരിക്കാനിരുന്ന ദൈവരാജ്യാഗമനത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു സഭയുടെ ആരാധനാക്രമം. ഓശാന ഞായറാഴ്ച ഈ പ്രവേശനം ആചരിച്ചുകൊണ്ട് ആഘോഷമായ വിശുദ്ധവാരം ആരംഭിക്കുന്നു. യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം തൻ്റെ മരണവും പുനരുത്ഥാനവുമാകുന്ന പെസഹായിലൂടെ മിശിഹാ രാജാവ് സാക്ഷാത്കരിക്കാനിരുന്ന ദൈവരാജ്യാഗമനത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു സഭയുടെ ആരാധനാക്രമം. ഓശാന ഞായറാഴ്ച ഈ പ്രവേശനം ആചരിച്ചുകൊണ്ട് ആഘോഷമായി വിശുദ്ധവാരം ആരംഭിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശലഹലബല ഹലബല ഹലബല വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ശന്തല ഹലബല 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 ഹലബല. കർത്താവേ, ഉത്ഥാനത്തിൻ്റെ ആ ആഘോഷം ആരാധനാ ക്രമത്തിലും ആരാധനാ വത്സരത്തിലും ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ ഞായറാഴ്ചയിലും ഉയർപ്പിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് കടന്നു പോകാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതവും നമ്മളുടെ ഭവനത്തിലുള്ള ഓരോരുത്തരുടെയും ജീവിതവും അവരുടെ പ്രശ്നങ്ങളും കഷ്ടതകളും പ്രത്യേകിച്ച് രോഗങ്ങളും മാറാ രോഗങ്ങളും വരെ കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വരുവിൻ, നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ശലഹലബല ഹലബല 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 ഹലബല. കർത്താവേ, ഞങ്ങളിലേക്ക് ഞങ്ങളുടെ വിശുദ്ധ കുർബാന, ഓരോ ദിവസത്തെയും ഞങ്ങൾ സ്വീകരിച്ച വിശുദ്ധ കുർബാന ഞങ്ങളിലുണ്ട്. ആ കുർബാന അനുഭവത്തിലൂടെ ഞങ്ങളെല്ലാവരും ലോകത്തിൻ്റെ പ്രകാശവും ലോകത്തിൻ്റെ ഉപ്പും ലോകത്തിൻ്റെ പുളിപ്പും ആയി മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ചൈതന്യം, ഞങ്ങളിൽ ഇന്നത്തെ പ്രവചനത്തിൽ പറഞ്ഞ പോലെ ഉയർപ്പിൻ്റെ ചൈതന്യം ഞങ്ങളിൽ നൽകണേ. ഉയർപ്പിൻ്റെ ചൈതന്യം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. സൂപ്പർ നാച്ചുറൽ പവർ, ആ സൂപ്പർ നാച്ചുറൽ പവർ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹമുള്ളവരെയും എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദ ലോർഡ്.